ഒരു സമരം തുടങ്ങിയാൽ, അതും ഒരു അനിശ്ചിതകാല സമരം തുടങ്ങിയാൽ, ആ സമരപ്പന്തലിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവിടുത്തെ മാലിന്യമായിരിക്കും. ഇവിടെ ജന്തർ മന്ദറിലും അത്തരം ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അവർ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി മാതൃകാപരമാണ്. എനിക്ക് പുറകിലുള്ള ഈ ദൃശ്യം ഇവിടെ കുപ്പികൾ ശേഖരിച്ചു വെച്ചതാണ്. അവർ മാലിന്യത്തിൽ നിന്നും തരംതിരിച്ച് കുപ്പികൾ വേർതിരിച്ചു വെക്കുന്നു. പിന്നീട് ഇവിടെ നിന്നും അത് മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം, കുപ്പികൾ ശേഖരിച്ചു വെക്കുന്നു. പിന്നീട് മറ്റു മാലിന്യങ്ങൾ, ഭക്ഷണ മാലിന്യങ്ങൾ ഇത്തരത്തിൽ മറ്റൊരു ഏരിയയിൽ ആ ഭക്ഷണ മാലിന്യങ്ങൾ ശേഖരിക്കുന്നു. അവിടെ അതിനായി തയ്യാറാക്കിയിട്ടുള്ള വളണ്ടിയർമാരുണ്ട്. അവർ പ്രത്യേകം ഇവിടെ നിന്നും മാലിന്യങ്ങൾ പെറുക്കിയെടുത്ത് അവ ഒരു മൂലയിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്നും അവ ശേഖരിച്ച് അവ പുറത്തേക്ക് എത്തിച്ച് മാലിന്യ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ മാലിന്യം ഇവിടുന്ന് ഒഴിവാക്കുന്ന രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. അതിനായി നൂറുകണക്കിന്, ഈ മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി മാത്രം നൂറുകണക്കിന് പേർ ഇവിടെ സന്നദ്ധരായി വളണ്ടിയർമാരായി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് ജന്തർ മന്ദിറിലുള്ളത്. ഈ മാലിന്യങ്ങൾ തരംതിരിച്ചുകൊണ്ട് അതിനെ ഫുഡ് വേസ്റ്റും മറ്റ് പ്ലാസ്റ്റിക് കുപ്പികൾ ഇവ ഇവിടെ നിന്നും ഓരോ നിമിഷവും ഓരോ മിനിറ്റുകൾക്കുള്ളിൽ മാറ്റുന്ന രീതിയാണ് ജന്തർ മന്ദിറിൽ നിന്ന് ഒരു മാതൃകയായി ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ളത്. അത് കേരളം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് സമരം നടക്കുമ്പോൾ നാം കാണുന്നതും ഈ മാലിന്യം എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യും എന്നുള്ള പ്രശ്നമാണ്. അതിനുള്ള ഉത്തരമാണ് ജന്തർ മന്ദിറിൽ നിന്നും കോക്രോച്ച് വേദിയിൽ നിന്നും ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സംഘം കൈകാര്യം ചെയ്തത്. Sir, we are doing as according to our stand. So we are trying to manage it. How many of you working for? Yes. How many of you working for the waste management? I could not understand actually. We are doing some work. So ഇത്തരത്തിൽ സ്വയം വളണ്ടിയർമാരായി പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റ് മാത്രം തയ്യാറായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. പലപ്പോഴും അറപ്പ് തോന്നുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ വിദ്യാർത്ഥികളെ അരാഷ്ട്രീയരെന്നും വിവേകമില്ലാത്തവരെന്നും ഒക്കെ അധിക്ഷേപിക്കുന്ന പുതിയ രീതിയിൽ നിന്നും മാറി വിദ്യാർത്ഥികൾ അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന ഒരു മാതൃകാ പ്രവൃത്തിയാണ് ഇവിടെ ജന്തർ മന്ദിറിൽ നിന്നും കാണാൻ കഴിയുന്നത്. ക്യാമറമാൻ ഇമ്രാൻ അൻസാരിയോടൊപ്പം ലാൽകുമാർ, മീഡിയ 1, ഡൽഹി.